വളരെ ചെറിയ രീതിയിൽ വീട്ടിൽ നിന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു ചെറുകിട ബിസിനസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്ന പ്രോഡക്റ്റുകൾക്ക് സീസൺ അനുസരിച്ച് വില കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ സീസൺ നോക്കി ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വീട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ, വീട്ടിലെ പാത്രങ്ങൾ, അടുപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതിയാകും. എന്നാൽ സ്വല്പം കൂടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു കച്ചവടം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിന് നമുക്ക് ഒരു 3-4 ഐറ്റംസ് വേണ്ടി വരും. ഒന്ന് പീലിംഗ് മെഷീൻ വേണ്ടി വരും, കട്ടിംഗ് മെഷീൻ വേണ്ടി വരും, പിന്നെ ബോയിലിംഗ് പാൻ വേണ്ടി വരും. അതുകൂടാതെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. പിന്നെ വെയിങ് മെഷീൻ വേണ്ടി വരും. വെയിങ് മെഷീൻ അല്ലെങ്കിൽ തന്നെ വേണം. പിന്നെ ചെറിയ ചെറിയ ഉപകരണങ്ങൾ വേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അതിന് ഏകദേശം 1,00,000 രൂപയോളം ഇൻവെസ്റ്റ്മെന്റ് വരും. എന്നാൽ ഇവിടെ നമുക്ക് വെറും 500-1000 രൂപയോ കൊണ്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. ട്രൈ ചെയ്തതിന് ശേഷം ആ ബിസിനസ് വിജയിക്കും, നിങ്ങളുടെ പ്രോഡക്റ്റ് മുമ്പോട്ട് നല്ല രീതിയിൽ പോകും എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് മുമ്പോട്ട് പോകാം. അതിനു മുമ്പ് അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ DICയുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് തരും. ചതിവ് പറ്റില്ല. കൂടാതെ മിഷനറികൾ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏകദേശം 35% സബ്സിഡി അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നും ചെറിയൊരു ബിസിനസ് ഐഡിയ ആണ്, ഫുഡ് ബിസിനസ് ഐഡിയ തന്നെയാണ്. നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ജാമാണ്. പല തരത്തിലുള്ള ജാമുകൾ ഉണ്ട്. അതിൽ ഒരു ജാമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ആപ്പിളിൻ്റെ ജാമാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സാധാരണഗതിയിൽ ജാമിനകത്തുള്ളത് ഫ്രൂട്ട്സും പഞ്ചസാരയും ഒക്കെ തന്നെയാണ്. ചില ഐറ്റങ്ങൾ കൂടി വേണ്ടി വരും. അത് എന്താണെന്ന് പറയാം. അതിൻ്റെ അളവും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ മുമ്പോട്ട് കാണുക. ഇവിടെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. ആപ്പിള് നമുക്ക് 1 കിലോഗ്രാം വേണം, പഞ്ചസാര 1 കിലോഗ്രാം വേണം, സിട്രിക് ആസിഡ് ഒരു 3 ഗ്രാം വേണം. പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ്. 1 ലിറ്റർ വെള്ളം വേണ്ടി വരും. ഈ ഒരു അളവിനുള്ള കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ആപ്പിളിൻ്റെ തൊലി നന്നായിട്ട് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം അത് വെള്ളത്തിലിട്ട് ഏകദേശം 1 മണിക്കൂറോളം തിളപ്പിക്കേണ്ടി വരും. തിളയ്ക്കുമ്പോൾ ഈ കഷ്ണങ്ങൾ പൊടിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഈ പൾപ്പ്, അതായത് ഈ തിളച്ച പൾപ്പ് ഒരു നല്ല തുണിയിൽ, അതായത് മസ്ലിൻ തുണി മേടിക്കാൻ കിട്ടും, അങ്ങനെയുള്ള നേർത്ത ഫിൽട്ടർ തുണിയിൽ ഇട്ടിട്ട് അരിച്ചെടുക്കുക. ഇനി അരിപ്പയിൽ ഉള്ള ആ വേസ്റ്റ് ഉണ്ടല്ലോ, ആ കഷ്ണങ്ങളുണ്ടല്ലോ മിച്ചം വന്നത്, അത് വീണ്ടും 1/2 ലിറ്റർ വെള്ളത്തിൽ 1 മണിക്കൂർ നേരം തിളപ്പിച്ച് വീണ്ടും അരിച്ചെടുക്കുക. ഈ അരിച്ചെടുത്ത 2 ദ്രാവകങ്ങൾ കൂടെ ഒരുമിച്ച് ചേർത്ത് കൂട്ടി ഇളക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ പെക്റ്റിൻ്റെ അംശം പരിശോധിക്കേണ്ട ഒരാവശ്യം വരുന്നുണ്ട്. ആ പെക്റ്റിൻ്റെ അംശം പരിശോധിച്ചതിന് ശേഷമാണ് നമുക്ക് എത്ര പഞ്ചസാര ചേർക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഇനി അതെങ്ങനെയാണ് എന്ന് നോക്കാം. ഈ അരിച്ച് കിട്ടിയ ദ്രാവകത്തിൽ നിന്ന് 1 ടീസ്പൂൺ എടുക്കണം. അതൊരു പാത്രത്തിലോ ഇല്ലെങ്കിൽ ഒരു കുപ്പിയിലോ വല്ലതും ഇട്ടിട്ട് അതിനുശേഷം 2 ടീസ്പൂൺ ചാരായം അതിലോട്ട് ഒഴിക്കുക. മിഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന പേരിൽ കെമിക്കൽ ഷോപ്പുകളിൽ വാങ്ങിക്കാൻ കിട്ടും. അതാണ് വാങ്ങിക്കേണ്ടത്. അത് ഒഴിക്കുക. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്ന ഈ വസ്തു അല്ലെങ്കിൽ ആ വിഘടിച്ച വസ്തു നല്ല കട്ടിയുള്ളതാണെങ്കിൽ നമുക്ക് 1 കിലോഗ്രാം പഞ്ചസാര അതിൽ കലർത്തേണ്ടി വരും. കട്ടി കുറവാണെങ്കിൽ നമുക്ക് ആ പഞ്ചസാരയുടെ അളവ് കുറച്ച് 750 ഗ്രാം ആക്കാം. ഇനി തീരെ കട്ടിയില്ലെങ്കിൽ നമുക്ക് 500 ഗ്രാം പഞ്ചസാര ചേർത്ത് ഇളക്കേണ്ടി വരും. ഇനി ഇതിന് ശേഷം നമ്മൾ ഒരു 3 ഗ്രാം സിട്രിക് ആസിഡ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അല്പം വെള്ളത്തിൽ ലയിപ്പിച്ച് എക്സ്ട്രാക്റ്റും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കേണ്ടി വരും. ഇതിന് ഇനി 2 ടെസ്റ്റുകൾ കൂടി ചെയ്യാനുണ്ട്. വേണമെങ്കിൽ 2 1 ടെസ്റ്റിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് ടെസ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ പ്ലേറ്റ് ടെസ്റ്റ് ചെയ്യാം. കാരണം ഈ ജാം പാകമായോ എന്നറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇത് പാകമായി വരുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്ക് പ്ലേറ്റ് ടെസ്റ്റ് ചെയ്യുന്നതിന് 1 സ്പൂൺ ജാം എടുത്ത് ഒരു പ്ലേറ്റിലെടുക്കുക. എന്നിട്ട് തണുപ്പിക്കണം. തണുക്കുമ്പോൾ ജലം വേർതിരിയുന്നില്ല എങ്കിൽ അത് നമുക്ക് പാക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. അതായത് ഈ ജാം, ഒരു ചെറിയ സ്പൂൺ ജാം എടുത്ത് മാറ്റി വെച്ചത് കുറച്ച് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൽ ജലാംശം വേർപെട്ട് വരുന്നില്ലെങ്കിൽ അത് കറക്റ്റ് പാക്ക് ചെയ്യാനുള്ള സമയമായി പാകം ആയിട്ടുണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ ആ പാകം ചെയ്യുന്നത് മുമ്പോട്ട് പോവുക തന്നെ വേണം. ഇനി ഷീറ്റിംഗ് ടെസ്റ്റ് ഉണ്ട്. ഒരു സ്പൂണിൽ അല്പം ജാം എടുത്ത് താഴേക്ക് വീഴ്ത്തി കഴിഞ്ഞാൽ അത് ഒന്നുകിൽ ഷീറ്റ് രൂപത്തിലോ അല്ലെങ്കിൽ ഫ്ലേക്ക് രൂപത്തിലോ ആണ് ആകുന്നതെങ്കിൽ
ഉറച്ചു പാകമായി എന്ന് നമുക്ക് കരുതാൻ പറ്റും. ഇങ്ങനെ 2-3 കാര്യങ്ങളിലൂടെ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ കുപ്പികളിൽ പാക്ക് ചെയ്യുക. തണുത്തതിന് ശേഷം കുപ്പികളിൽ പാക്ക് ചെയ്യുക. നമ്മുടെ സ്റ്റിക്കറും കാര്യങ്ങളും ഒക്കെ ഒട്ടിക്കുക, ബ്രാൻഡ് നെയിം ഒക്കെ ഒട്ടിക്കുക. അതിനുശേഷം നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുക. ഇവിടെ ഹോം മെയ്ഡ് ആണ് ഈ പ്രോഡക്റ്റ് പറഞ്ഞത്. ഹോം മെയ്ഡ് ആയിരിക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് കൂടുതൽ താല്പര്യമുണ്ടാകുന്ന ഒരു വസ്തുവാണ്. നിങ്ങളുടെ ജാം കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആപ്പിൾ ജാമാണ്, അല്പം കോസ്റ്റ്ലി ആയിരിക്കും. അത് വിൽക്കാനുള്ള ആളുകളെയും നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞെങ്കിൽ, കൃത്യമായിട്ട് അത് വിൽക്കും അല്ലെങ്കിൽ വിൽക്കപ്പെടും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ കൊമേഴ്സ്യലൈസ് ചെയ്യാനും നിങ്ങൾ മടിക്കേണ്ടതില്ല. ഫുഡിന്റെ രജിസ്ട്രേഷൻ ലൈസൻസ് ഏതെങ്കിലും ഒന്നെടുക്കാതെ ഈ ബിസിനസ് ചെയ്യാൻ പാടില്ല. കൂടാതെ പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടുന്ന മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ കരുതി വയ്ക്കുക. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുക. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.